ലൈഫ് ഒത്തിരി സ്ട്രെസ്ഫുൾ ആകുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കുക എവിടെയെങ്കിലും ട്രിപ്പ് പോകണമെന്നല്ലേ. അങ്ങനെ ഒരു യാത്രയാട്ടോ ഇത്. നമ്മൾ ബാംഗ്ലൂരേക്ക് ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ വേറെ ഒരു സ്പോട്ടും മൈൻഡിലേക്ക് വന്നില്ല. ഗോപിയുടെ വീട് തന്നെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ്. സോ നമ്മൾ ഗോപിനെ വിളിച്ച് പറഞ്ഞു നമ്മൾ വരുന്നുണ്ട്. സോ ഇത് അവളുടെ ഫ്ലാറ്റാണ് ആൻഡ് ഇറ്റ്സ് എ വെരി ക്യൂട്ട് സ്പേസ്. ആക്ച്വലി ഗോപി ഇപ്പോൾ ബാംഗ്ലൂരായിട്ട് ഒത്തിരി ആയി, പക്ഷേ എന്നാലും ഐ റിയലി അഡ്മയർ ഹർ ഫോർ വാട്ട് ഷീ മെയ്ഡ് അപ്പ്. ഒരു കുഞ്ഞു ലിവിങ് സ്പേസ് ഫോർ വൺ സെൽഫ്, അതൊരു ഭയങ്കര വലിയ കാര്യമല്ലേ. ആക്ച്വലി നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേകത തന്നെയുണ്ട് ആൻഡ് ഐ റിയലി ലൈക്ക് ഹർ ഫോർ ദാറ്റ്. ഇത് ശരിക്കും നമ്മൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് പീപ്പിളാണ്. നമുക്ക് എവിടെ പോയാലും, എനിക്കാണെങ്കിലും ആദർശാണെങ്കിലും എവിടെ പോയാലും ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര നിർബന്ധം. ഞങ്ങൾ ആക്ച്വലി ഒന്നും പറഞ്ഞില്ല കേട്ടോ, പക്ഷേ ഇവർക്ക് നന്നായി അറിയാം. ഗോപിക്ക് അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ വന്നിട്ട് പറഞ്ഞ് അവൾ വാങ്ങി വെച്ചായിരുന്നു ഇത്. സോ ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ എവിടെയാണ് ഗായ്സ്? എൻ്റെ വീട്ടിൽ. ആക്ച്വലി നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ തീറ്റ, ഷോപ്പിംഗ്, പിന്നെ തീറ്റ, പിന്നെ വ്ളോഗിങ്. നിങ്ങൾ പറ, നിങ്ങൾ എന്നെ പോലെ പറയാൻ നോക്ക്, ശ്രമിക്കേ പറ്റോ. ഇന്നത്തെ പരിപാടി തീറ്റ, ഞാൻ പറഞ്ഞതിന്റെ സെയിം പറയല്ലേ. ഓക്കെ, സോ നമ്മൾ അതിന് പോകുന്നു. കുറച്ച് മേക്കപ്പ് കിട്ടും, പിന്നെ പിന്നെ ഇത് ഗോപിയുടെ ബ്ലഷ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് സൂപ്പർ അല്ലേ? ദഹനയാണ് എനിക്കും ബ്ലഷ് ഇട്ടത്. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് അവരെ കൊണ്ട് എന്തൊക്കെയോ പറയിപ്പിച്ച് ഊബറും കയറി ഞങ്ങൾ വേറെങ്ങുമല്ല ഷോപ്പിംഗ്. സോ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി എത്തി. ഇത് ജയനഗറാണ്. ഞാൻ ആക്ച്വലി ബാംഗ്ലൂർ വരുമ്പോൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റാണ് മെയിനായിട്ട് പോയിട്ടുള്ളത്. ഞാൻ ജയനഗർ ഇതുവരെ വന്നിട്ടില്ല. ആക്ച്വലി വൺ ടൈം വന്ന് ഇവിടെ എന്തൊക്കെയുണ്ടെന്നൊന്ന് കാണാനൊക്കെ നല്ല സ്ഥലമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്നൊന്നും വാങ്ങിയില്ല, കുറച്ച് കമ്മൽ വാങ്ങി. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കണ്ട് നടക്കൊക്കെ ആയിരുന്നു മെയിൻ പരിപാടി. ഇവിടെ എനിക്ക് എന്തോ വാങ്ങാൻ പാകത്തിന് അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ നിന്ന് ഒരു കുർത്തി സെറ്റ് വാങ്ങി മമ്മിക്ക്. ഞാൻ എവിടെയെങ്കിലും പോയാൽ മമ്മിക്ക് എന്തെങ്കിലും വാങ്ങും, അപ്പോൾ അങ്ങനെ വാങ്ങിയതാട്ടോ ഇത്. എനിക്ക് പറഞ്ഞാൽ ഇഷ്ടമായി. ഞാൻ ലേറ്റർ എപ്പോഴെങ്കിലും ഒരു വീഡിയോയിൽ കാണിക്കാം മമ്മിക്ക് എന്താ വാങ്ങിയെന്ന്. മാംഗോ മിൽക്ക് ഷേക്ക് അതും എടുക്കാം. ഐ എം വെരി അഡിക്റ്റഡ്. അഡിക്റ്റഡായ ആളുടെ മുഖം കണ്ടില്ലേ, ഭയങ്കര ബോറ് സാധനമായിരുന്നു. എന്താ പറയുക, അതിലെന്തോ അവരിട്ട് അടിച്ചു. നമുക്ക് ആ ടേസ്റ്റ് ഒട്ടും പറ്റുന്നുണ്ടായില്ല. പക്ഷേ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് അഭിനയിക്കാമെന്ന് ഓർത്തു, അതും നമുക്ക് തീരെ പറ്റുന്നുണ്ടായില്ല. പക്ഷേ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. തൊട്ടടുത്ത് തന്നെ ഇഞ്ച് 5ൻ്റെ ഒരു ഷോറൂം ഉണ്ടായിരുന്നു. അവിടെ 50% എന്ന് എഴുതി കണ്ടപ്പോൾ വെറുതെ കയറി നോക്കിയാൽ ഞാനവിടെ പോയി കുറേ ചെരുപ്പൊക്കെ ഇട്ട് നോക്കി. എനിക്ക് പറഞ്ഞാൽ ഇഷ്ടമായി, എനിക്ക് നല്ല ഇഷ്ടമായി. സോ ഞാനത് വാങ്ങി. ആക്ച്വലി ബാംഗ്ലൂർ വന്ന് പ്രോപ്പർ പർച്ചേസ് എന്ന് പറഞ്ഞാൽ അതായിരുന്നു കേട്ടോ. അതാണ് ഞാൻ ആദ്യം വന്ന് അവിടെ നിന്ന് വാങ്ങിയത്. പിന്നെ ശരിക്കും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഉച്ചയായി. നമുക്ക് നല്ല പോലെ വിശപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങ് എറ്റെത്തി. ആൻഡ് ബേസിക്കലി ഞാനും ആദർശും ഒരു 3-4 മാസമായിട്ട് നല്ല ഡയറ്റിലാണ്. ഡയറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കൺട്രോൾ ചെയ്ത് പുറത്തുനിന്ന് അധികം കഴിക്കാതെയൊക്കെയാണ് ജീവിതം. അപ്പോൾ ഇതെന്തായാലും വി ഹാഡ് മെയ്ഡ് അപ്പ് അവർ മൈൻഡ്. ചീറ്റ് ഡേ എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, മേ ബി എ ചീറ്റ് വീക്കെൻഡ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നത് ട്രൈ ചെയ്തു. ആക്ച്വലി ഗോപി പറഞ്ഞ പ്ലേസാണ് ആൻഡ് ഇറ്റ് വാസ് റിയലി ഗുഡ്, നല്ലതായിരുന്നു. മേ ബി നമ്മൾ ഒത്തിരി നാൾക്ക് ശേഷം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നതുകൊണ്ടായിരിക്കും. ആക്ച്വലി ഈ ചീസ് എൻ്റെ വായിൽ വീഴുമ്പോൾ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അത് വേറെ ഒന്നുമല്ല, കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ നല്ല ഫുഡൊക്കെ കഴിക്കുമ്പോൾ എന്തോ മനസ്സിനൊരു സന്തോഷമല്ലേ. പിന്നെ ഇതൊരു പിസ്സ പോലത്തെ സംഭവമായിരുന്നു, പക്ഷേ ഇത് കുറച്ച് ഫ്ലോപ്പായിരുന്നു കേട്ടോ. ചീസ് പുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആ ഇറ്റാലിയൻ ഫ്ലേവറിലാണല്ലോ നമ്മൾ കൂടുതലും പിസ്സ കഴിച്ചേക്കണം. ഒരു ഇന്ത്യൻ ഫ്ലേവറിലേക്ക് അത് വന്നപ്പോൾ എന്തോ അത് ഭയങ്കര മിസ്മാച്ചായിട്ട് തോന്നി. പക്ഷേ കുഴപ്പമില്ല, നല്ലതായിരുന്നു, കഴിക്കാൻ നല്ലതായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. അതും എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തന്നു. തൊട്ടടുത്തൊരു സൂഡിയോ ഉണ്ടായി, അവിടെ കയറി അതൊന്നും ഒരു സൂഡിയോ ഒന്ന് നോക്കി. നാട്ടിലൊന്നും സൂഡിയോ ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ, ആക്ച്വലി വന്നതല്ലേ, അപ്പോൾ എന്തായാലും കയറാമെന്ന് ഓർത്തു. പിന്നെ ഇത് നമ്മുടെ പെണ്ണുങ്ങളുടെ പാരഡൈസ്, കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ്. അപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അതിന് കുറച്ച് സോക്സ് വാങ്ങി. ഇവിടെ ആദർശിന് സോക്സ് മാത്രമേ കിട്ടുള്ളൂ, വേറെ ഒന്നും കിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയായിരുന്നു, അപ്പോൾ സെയിം സാധനം തന്നെ കിട്ടിയപ്പോൾ അത് വീണ്ടും വാങ്ങി.
പിന്നെ അവിടെ ഒരു ചേട്ടൻ ഹായ് കാണിച്ചില്ലേ, ആ ചേട്ടൻ്റെ കടയിൽ നിന്ന് കുറച്ച് സോഡ ഓൾസോ വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പം ഗോപി പറഞ്ഞു ഗോപിക്ക് വേണ്ട, ബട്ട് വി ട്രൈഡ് ഇറ്റ്. എനിക്കിഷ്ടമാണ് ഈ ഒരു ചാറ്റ് മസാല ഇട്ട ഈ സംഭവം, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊന്നും ഇഷ്ടമാണ്. അപ്പം ഞങ്ങളത് ട്രൈ ചെയ്തിട്ട് വേറെ ഒന്നും ചെയ്തില്ല. നമ്മുടെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ കൂടി തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അതൊരു രസമാണ് കേട്ടോ, വൈകുന്നേരം കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ നടക്കാൻ. ആൻഡ് ഗോപി പറഞ്ഞു ഇവിടുത്തെ ബോബ ഭയങ്കര അടിപൊളിയാണ്. ഇത് ചേർച്ച് സ്ട്രീറ്റിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു ഷോപ്പാണ്. അപ്പം അവൾ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് 2 ഡ്രിങ്ക് പറഞ്ഞു. ആൻഡ് ഞങ്ങൾ കഴിച്ചു. പിന്നെ ആസ് യൂഷ്വൽ അതിന് എൻ്റെ ഡ്രിങ്ക് വേണം. അതാണ് ഈ വലിച്ചു പറിച്ചുകൊണ്ട് പോകുന്നത്. സ്വന്തമായിട്ട് കുടിച്ചാൽ പോരാ, എൻ്റെയും കൂടി വലിച്ചു വാരി കുടിക്കും. ഇനി ഒരു മാക്രോൺ വാങ്ങി. തൊട്ടടുത്ത് ഡിന്നർ കഴിക്കാൻ വേണ്ടി മേഘ്ന ബിരിയാണി വന്നു. ആക്ച്വലി ഡിഫറെൻറ്റ് ഒപ്പീനിയനാണ് ഈ ബിരിയാണീനെ പറ്റി. ചിലർക്ക് ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമല്ല, ചിലർക്ക് ഓക്കെയാണ്. പക്ഷേ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടം തോന്നി. ലൈക്ക് ഞാൻ ഹൈദരാബാദൊക്കെ പോയപ്പോൾ അവിടുത്തെ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. ഹൈദരാബാദി ബിരിയാണി ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ എന്തോ ഒരു അടിപൊളി സംഭവം. പക്ഷെ ഭയങ്കര എരിവായിരുന്നു കേട്ടോ. ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ എരിവ് മനസ്സിലാവില്ല നമുക്ക്. കഴിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല എരിഞ്ഞു. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വാക്കബിൾ ഡിസ്റ്റൻസ് തന്നെ ആ കോർണർ ഹൗസ്. അവിടെ വന്ന് ഈ അവസാനം ഡേയിൻ്റെ എൻഡ് കുറച്ച് ഡെസേർട്ട് കഴിച്ച് അങ്ങനെ അവസാനിപ്പിക്കാമെന്ന് ഓർത്തു. ഡെസേർട്ട് കഴിച്ച് അങ്ങനെ തീരുന്നതിന് മുന്നേ ബാംഗ്ലൂർ മെയിൻ സംഭവമാണല്ലോ, ബൊക്കെയും ഫ്ലവേഴ്സൊക്കെ പിടിച്ച് കുറേ പിള്ളേർ വരും. അപ്പം ആദർശം എനിക്ക് അവിടെ നിന്ന് ഒരു ഫ്ലവർ വാങ്ങി തന്നു. അങ്ങനെ ആ ഫ്ലവറാണ് ഇത്. അത് വെച്ച് എനിക്ക് ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞു. ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ആ ഡേ അവിടെ തീർന്നു. ദാറ്റ്സ് ഓൾ ഗൈസ്.